മൺമറഞ്ഞു പോയേക്കാമെന്ന് കരുതുന്ന കൈത്തറി മേഖലയും മൺപാത്ര നിർമ്മാണങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നെയ്യാറ്റിൻകര വിശ്വഭാരതി പബ്ലിക് സ്കൂളിലെ അധ്യാപകരും ഒരു കൂട്ടം വിദ്യാർത്ഥികളും. ഇതിൽ ചൂടുവെള്ളം വെച്ച് പെട്ടെന്ന് നടക്കും. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇതിൽ നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പൊ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്ന അറിയോ നിങ്ങൾക്ക്? വീട്ടിൽ അമ്മ ഇത് എന്തിനു യൂസ് ചെയ്യും? മീൻ വെക്കും, വേറെ എന്ത് വെക്കും? ഇത് നമ്മുടെ ബ്രേക്ക് ഫ്ലോയിഡ്. ഇവിടെ നമുക്ക് എയർ പ്യൂരിഫൈ ചെയ്യും. അടുത്ത ഇവിടെ നമുക്ക് ഓയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വിശ്വഭാരതി സ്കൂളിൽ പുതുതായി ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലാണ് പുതുതലമുറകൾക്ക് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പരിശീലനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൈത്തറി വ്യവസായത്തെയും മൺപാത്ര നിർമ്മാണങ്ങളും മറ്റു സ്കിൽ ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങളുമാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നടപ്പിലാക്കാൻ ലക്ഷ്യം വെക്കുന്നത്. CBSE കേരള ലക്ഷദ്വീപ് റീജിയണൽ ഡയറക്ടർ മഹേഷ് ഡി ധർമാധികാരിയാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. മൺപാത്ര നിർമ്മാണം, കൈത്തറി, ഓട്ടോമൊബൈൽ വർക്ക്, ഗാർഹിക ജലവിതരണ സംവിധാനം തുടങ്ങിയവയിൽ വിദ്യാർത്ഥികൾക്ക് ഈ സെന്ററിൽ നിന്ന് പരിശീലനം നൽകും. അതാത് മേഖലയിലെ പ്രമുഖരാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനങ്ങൾ നൽകുന്നത്. കാറിന്റെ ബാറ്ററി, നെക്സ്റ്റ് ഇത് കാറിന്റെ എയർ ഇൻടേക്കർ ആണ്. അടുത്ത ഇത് നമ്മുടെ കാറിന്റെ റേഡിയേറ്റർ, ഇത് നമ്മുടെ കാറിന്റെ ക്യാം ഷാഫ്റ്റ്, ഇതിൻ്റെ അകത്ത് ക്രാങ്ക് ഷാഫ്റ്റ്, ഇത് നമ്മുടെ എൻജിൻ, ഇത് ഇവിടെ നമുക്ക് എൻജിൻ ഓയിൽ ഒഴിക്കാം, ഇത് തുറക്കാം. ഇത് നമ്മുടെ ഓയിൽ ചെക്കർ, ഇത് നമ്മുടെ ഡബിൾ ഹോൺസ്, ഇത് ഇവിടെ കാണുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് ആണ്. ഇത് നമ്മുടെ എയർ പ്യൂരിഫയർ. പൈപ്പ് കണക്റ്റഡ്, ഫ്രം that pipe water comes out. Here also an pipe is there, from rain water goes. That pipe is known as drainage. നെയ്ത്തറ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ആസാം, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, ബീഹാർ അതുപോലത്തെ സ്ഥലങ്ങളിലാണ്. ആസാമിലാണ് ഏറ്റവും കൂടുതലായിട്ട് നെയ്ത്തറ കാണപ്പെടുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ നെയ്ത്തറ കൂടുതലായിട്ടും ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴേക്ക് അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കില്ല. കേരളയിൽ ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോഴൊക്കെ അവരൊക്കെ ഇതുപോലത്തെ സ്റ്റിച്ചിങ്ങിന് കുറേ സാധനങ്ങളായിരുന്നു അവരിപ്പോൾ ഉപയോഗിക്കുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് വിദ്യാർത്ഥികളുടെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിൽ വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചതെന്ന് സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റിയും ചെയർമാനുമായിട്ടുള്ള വി വേലപ്പൻ നായർ അഭിപ്രായപ്പെട്ടു. ഈ കൈത്തറി മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരും തലമുറയ്ക്ക് ഈ കൈത്തറി മേഖലയെക്കുറിച്ച് പരിചയപ്പെടുത്താനും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും വരും തലമുറയ്ക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ കൈത്തറി മേഖലയെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ കൈത്തറി ഇവിടെ വിട്ട് മുണ്ടൊക്കെ നെയ്യുന്നു. 2 ആഴ്ച തൊട്ട് മുണ്ട് നെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലേ മോഡലിംഗ് ഇപ്പോൾ ഇല്ലല്ലോ സാർ. ഇപ്പോൾ എല്ലാം സ്റ്റീൽ പാത്രങ്ങളും അതുമൊക്കെ ഇല്ലേ. പഴയ മൺപാത്രങ്ങളൊക്കെ ഈ മിക്കവാറും ഇല്ല എന്ന് തന്നെ പറയാം. ഈ ക്ലേ മോഡലിൻ്റെ ഉപയോഗം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. പഴയ കാലഘട്ടത്തിൽ മൺപാത്രത്തിലാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതും ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുന്നത് മാത്രമല്ല, വീട്ടിൽ പണ്ട് കാലത്ത് ഞാനൊക്കെ മൺപാത്രത്തിലാണ് ആഹാരം കഴിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ മൺപാത്രങ്ങളുടെ ഉപയോഗം, ഈ ക്ലേ മോഡലിൻ്റെ ഉപയോഗം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി അതവർ പഠിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ അതുകൂടെ സംഘടിപ്പിച്ചത്.